നമസ്കാരം. വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഉമീദ് പോർട്ടൽ അടച്ചു. 6 മാസത്തെ കാലാവധി ഡിസംബർ 6-ന് അവസാനിച്ചതിനെ തുടർന്നാണ് നടപടി. രാജ്യത്തെ പകുതിയോളം വഖഫ് സ്വത്തുക്കൾ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ആയിട്ടില്ല. പക്ഷേ ഇതിലെന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ മുത്തവല്ലിമാർക്ക് ട്രിബ്യൂണലുകളെ സമീപിക്കാമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജു അറിയിച്ചു. 1995 യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് ഇംപ്രൂവ്മെന്റ് എഫിഷ്യൻസി ആൻഡ് മാനേജ്മെന്റ് അഥവാ ഉമീദ് നിയമത്തിന്റെ ചുവട് പിടിച്ച ജൂൺ 6-നാണ് പോർട്ടൽ തുറന്നത്. വഖഫ് സ്വത്തുക്കൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് രജിസ്ട്രേഷൻ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ പറഞ്ഞു. വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ തത്സമയ അപ്ലോഡിംഗ്, വെരിഫിക്കേഷൻ, നിരീക്ഷണം എന്നിവ ഉമ്മീദ് പോർട്ടലിലൂടെ ചെയ്യാവുന്നതാണ്. നിലവിൽ 5.17 ലക്ഷം സ്വത്ത് വിവരങ്ങളാണ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ ലഭിച്ചത്. ഇതിൽ 2.16 ലക്ഷം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ബാക്കി 2.13 ലക്ഷം സ്വത്തുവകകളാണ് ഇനി പരിഗണിക്കാനുള്ളത്. ഇതിൽ തന്നെ 10,869 നിരസിക്കുകയും ചെയ്തു. അതായത് പകുതിയിലേറെ സ്വത്തുക്കൾ ഇനിയും രജിസ്ട്രേഷന് പൂർത്തീകരിക്കേണ്ടതുണ്ട്, രജിസ്ട്രേഷനിലേക്ക് എത്തേണ്ടതുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ എല്ലാം തന്നെ സംശയത്തിൻ്റെ നിഴലിൽ ആണ് എന്നാണ് അർത്ഥം. ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരാതികളാണ് രാജ്യത്തുടനീളം ഉയർന്നു കേട്ടത്. 2013 വഖഫ് നിയമത്തിന്റെ 40-ാം സെക്ഷൻ പ്രകാരം ഏതെങ്കിലും സ്വത്തുക്കൾ വഖഫ് സ്വത്താണെന്ന് സംശയം തോന്നിയാൽ തന്നെ വഖഫ് ബോർഡിന് അത് ഏറ്റെടുക്കുവാൻ കഴിയും. ഇത് ചിലപ്പോൾ അന്യമതസ്ഥരുടെ സ്വത്തുക്കളാകാം. കേരളത്തിൽ മുനമ്പത്തും വയനാടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തുടനീളം വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു കേൾക്കുന്നതിനിടയിലാണ് പകുതിയിലേറെ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇത് ഒരിക്കലും ശുഭകരമായ ഒരു സൂചനയല്ല വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം. നിയമത്തിലെ 61-ാം വകുപ്പ് പ്രകാരം വഖഫ് സ്വത്തുക്കൾ രജിസ്ട്രേഷൻ നടക്കാതിരുന്നാൽ മുത്തവല്ലിമാർക്കെതിരെ വഖഫ് നിയമത്തിലെ 61-ാം വകുപ്പ് പ്രകാരം നടപടി ഉണ്ടായേക്കാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രമങ്ങൾ മുത്തവല്ലിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ ക്രമക്കേടുകളാണ് വഖഫ് സ്വത്തുക്കൾ മര്യാദയ്ക്ക് ശരിയായ രീതിയിൽ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റ് ആൾക്കാരുടെയൊക്കെ സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വയ്ക്കുമ്പോൾ സ്വാഭാവികമായി ഇത്തരം രജിസ്ട്രേഷൻ നടപടികൾക്ക് തടസ്സമുണ്ടാകുന്നത് പതിവല്ലേ. ഇതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ശരിയായ സ്വത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതാണ്. എന്നാൽ ഇത്തരം രജിസ്ട്രേഷൻ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത സ്വത്തുക്കൾ യാതൊരു രീതിയിലും രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അത് മാറി തന്നെ നിൽക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ശരിയായ അതിൻ്റെ അവകാശിക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇനിയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം. മുനമ്പത്ത് അനേകം വർഷങ്ങൾ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്ക് കരമടയ്ക്കേണ്ട ഒരു അധികാരമെങ്കിലും പകർന്നു കിട്ടിയത്. അല്ലെങ്കിൽ ആ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു പോയേനെ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉടമയ്ക്ക് അയാളുടെ സ്വത്തുവകകൾ അനധികൃതമായി മറ്റൊരു സംഘടന ഏറ്റെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് അത് മാറ്റിവെക്കുന്ന രീതികൾ ഇനിയെങ്കിലും ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.